ഹായ്. അപ്പം ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. രാവിലെ 5:15 നമ്മൾ ബസ്സിൽ കയറി ഇവിടെ എത്തിയില്ലേ. നമ്മൾ ബാംഗ്ലൂർക്ക് പോവാണ്. ബാംഗ്ലൂർ ഹൊസൂരാണ് പഠിക്കുന്നത്. അപ്പോൾ ഹൊസൂർക്ക് നമ്മൾ യാത്ര പോകാൻ വേണ്ടി നമ്മൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്ക് ടാസ്ക്കാണ്. എനിക്കിവിടെ കോളേജിൽ കൊണ്ടുപോയി വിടണം. വൈകുന്നേരം ആവും അവിടെ എത്തുമ്പോൾ ഏകദേശം 8 മണി. രാത്രി തന്നെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു പിടിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് നാളെ ഇവിടെ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവിടെ റൂം എടുത്ത് കിടക്കേണ്ടി വരും. റൂം എടുത്ത് കിടക്കുമ്പം നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് പിന്നെ ആവും. അപ്പം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീഡിയോയ്ക്ക് കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്. അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ യാത്രാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് കാത്തിരുന്ന് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടോ. ഏകദേശം 9:20 ആലുവയിൽ നിന്ന് നമ്മൾ ട്രെയിനിനകത്ത് കയറിയത്. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റും മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ട്രെയിൻ എന്താണെങ്കിലും അത്യാവശ്യം കാര്യമാണ് പോകുന്നത്. മുമ്പോട്ടുള്ള സ്റ്റേഷനിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ ട്രെയിൻ ഫില്ലാകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇടുക്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്നത് ശരിക്കും ഒരു കൗതുകം ഉളവാക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ട്രെയിൻ ഇല്ലല്ലോ. അപ്പോൾ ഏകദേശം 508 കിലോമീറ്ററാണ് നമുക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്യേണ്ടത്. വൈകുന്നേരം 7 മണിയോടുകൂടി ഹൊസൂർ എത്തും എന്നുള്ള ധാരണയിലാണ് നമ്മൾ പോണേ. പിന്നെ നമ്മുടെ നാട്ടിലെ ട്രെയിനിൻ്റെ അവസ്ഥയൊക്കെ അല്ലേ, ചിലപ്പോൾ പിടിച്ചിട്ടാലൊക്കെ പിന്നെയും സമയം കിട്ടും. അങ്ങനെ നമ്മൾ ചാലക്കുടി പുഴയായിട്ടോ. ചാലക്കുടി പുഴയുടെ ഒരു മനോഹര കാഴ്ചയൊക്കെ കണ്ട് നമ്മളങ്ങനെ മന്ദം യാത്ര ചെയ്യാണ്. കാരണം ഈ പാലത്തെ കയറുമ്പോൾ ട്രെയിൻ പതുക്കെയാണ് പോകുന്നത്. ചാലക്കുടി കഴിഞ്ഞ് നിലവിൽ അങ്ങ് പോകുന്ന വഴിക്കൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ചാലക്കുടിയിൽ നിന്ന് ഇരിങ്ങാലക്കുട, തൃശ്ശൂർ അങ്ങനെ ആ വഴിക്കടെയാണ് ട്രെയിൻ പോകുന്നത്. എന്താണെങ്കിലും ഒരു ലെവൽ ക്രോസിങ്ങിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ട്രെയിൻ യാത്ര ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമല്ല, വീഡിയോ എടുത്തുകൊണ്ട് ആദ്യമായിട്ടാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. നമ്മൾ വോയിസ് ഓവർ കൊടുക്കണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ അകത്ത് ധാരാളം ആളുകളുണ്ട്. നമ്മുടെ സംസാരം അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം പുസ്തകം വായിക്കുന്നവർ, ഫിലിം കാണുന്നവർ, അങ്ങനെ വിവിധ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ആളുകൾ ട്രെയിനിൻ്റെ അകത്തുണ്ട്. അപ്പം നമ്മൾ നല്ല വോളിയത്തിലൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബർ ആകണ്ടല്ലോ. എന്താണെങ്കിലും നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രെയിനിൻ്റെ 2 സൈഡ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ പോവുകയാണ്. ശരിക്കും ചാലക്കുടി, ഇരിങ്ങാലക്കുട, പിന്നെ തൃശ്ശൂർ. എനിക്ക് തോന്നണേ ഇരിങ്ങാലക്കുട സ്റ്റോപ്പ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇല്ല, ഇരിങ്ങാലക്കുട സ്റ്റോപ്പില്ലായിരുന്നു. ചാലക്കുടി, ഇരിങ്ങാലക്കുട കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണ് ഈ വണ്ടിയുടെ സ്റ്റോപ്പ് കേട്ടോ. അവിടുന്ന് ധാരാളം ആളുകൾ ഇതിലേക്ക് ഇരച്ചെന്നാണെങ്കിൽ കയറും. ആ ട്രെയിൻ പോകുന്ന കാഴ്ച കണ്ടോ, ട്രെയിനിൻ്റെ ആ ഒരു മേഖല കണ്ടോ, എന്താ ചാലക്കുടിയൊക്കെ കഴിഞ്ഞ് ഇരിങ്ങാലക്കുട ആ മേഖലയിലേക്ക് എത്തുമ്പോഴുണ്ടല്ലോ, ആ പ്രകൃതിയുടെയും അതുപോലെ വീടിൻ്റെ സ്റ്റൈലൊക്കെ അങ്ങ് മാറുകയാണ് കേട്ടോ. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചെറിയ കൈത്തോടുകളൊക്കെ ഇങ്ങനെ വെള്ളത്താൽ നിറഞ്ഞ പാടശേഖരത്തിൽ കിടക്കുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഗംഭീരമായൊരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ട്രെയിൻ അങ്ങനെ യാത്ര തിരിച്ചു വീണ്ടും. അപ്പോൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല കിടിലം മഴയാണ്. ട്രെയിനിൻ്റെ അകത്ത് ഇരുന്ന് ഈ മഴയൊക്കെ ആസ്വദിച്ച് നല്ലൊരു പാട്ടൊക്കെ കേട്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ മഴ എന്താണെങ്കിലും മഴക്കാലത്ത് അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെൽപ്പാടങ്ങളും അതുപോലെ നല്ല തെങ്ങും തോപ്പുകളൊക്കെ കണ്ട് നമ്മളങ്ങനെ വടക്കാഞ്ചേരി ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വടക്കാഞ്ചേരിയിൽ ഈ ട്രെയിൻ സ്റ്റോപ്പില്ല കേട്ടോ. പിന്നീട് ഉള്ളത് പാലക്കാടാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഭാരതപ്പുഴ ക്രോസ് ചെയ്യാനുണ്ട്.
അതൊരു ഹെവി ടാസ്ക്കാണ്. നല്ല കാഴ്ചയായിരിക്കും ട്രെയിനിൽ നിന്ന് കാണുന്നത്. ഭാരതപ്പുഴ ഇപ്പോൾ ശരിക്കും മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ മണൽ മാത്രമാണ് മിക്കവാറും കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മളങ്ങനെ ഭാരതപ്പുഴ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ആ പാടശേഖരവും തെങ്ങുംതോപ്പിൻ്റെ ഒക്കെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഏറെ ഗംഭീരമായിരിക്കുന്ന കാഴ്ചയാണ്. ശരിക്കും ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ ട്രെയിൻ എത്രമാത്രം സ്പീഡിലാണ് പോകുന്നതെന്ന്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് വള്ളത്തോൾ നേർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയത്. നമ്മുടെ ചെറുശ്ശേരിയും വള്ളത്തോളൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വന്നു. എന്നാലും നമ്മുടെ ട്രെയിൻ ഇവിടെ നിർത്തുന്നില്ല കേട്ടോ. നമ്മുടെ ട്രെയിൻ പാലക്കാട് മാത്രമാണ് അടുത്ത ഒരു സ്റ്റോപ്പ് ഉള്ളത്. അങ്ങനെ പാലക്കാടിലേക്കുള്ള നമ്മുടെ യാത്ര മധ്യേ നമ്മുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴ കടക്കുക എന്നുള്ളതാണ്. ഭാരതപ്പുഴ എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. 209 കിലോമീറ്റർ നീളത്തിലാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് കേട്ടോ. മാത്രമല്ല ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് നമ്മുടെ പെരിയാറാണ്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഒഴുകുന്ന പെരിയാറാണ് പൂർണ്ണമായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ നദി. ഭാരതപ്പുഴയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിലവിൽ മണലൊക്കെ മാറി അത്യാവശ്യം മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പാലത്തിൻ്റെ തൊട്ട് താഴേക്കാണ് നടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാഴ്ചകൾ കാണാൻ പറ്റും. എന്നാലും ഗംഭീരമായിട്ടുള്ളൊരു യാത്രയുടെ അനുഭവമാണ് ഈ ഭാരതപ്പുഴ കടന്നു പോകുന്നത് കേട്ടോ. നോക്കിയേ എന്ത് രസമല്ലേ ആ പാടശേഖരം അങ്ങനെ കിടക്കണ കാണാൻ തന്നെ. ശരിക്കും പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഐഡൻറ്റിറ്റി ഇത് തന്നെയാണ്. ശരിക്കും കൊല്ലങ്കോടൊക്കെ ഈ അടുത്ത നാൾ വൈറലായപ്പോൾ എന്ത് നെൽപ്പാടങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അല്ലേ. ശരിക്കും നമുക്ക് ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. നമ്മുടെ പാലക്കാടിൻ്റെ ആ മനോഹരമായ കാഴ്ച കാണുമ്പോൾ തന്നെ നല്ല കോടമഞ്ഞും അതുപോലെ ചാറ്റൽ മഴയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല പാട്ടൊക്കെ കേട്ട് ഈ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ 9:20-നാണ് രാവിലെ ട്രെയിൻ കയറിയത്. ഇപ്പോൾ ഏകദേശം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്താണ് പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. പാലക്കാട് 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിലൊന്നാണ് പാലക്കാട് ജംഗ്ഷൻ. ഇതിന് മറ്റൊരു പേരുണ്ട് ഒലവക്കോട് ജംഗ്ഷൻ എന്നുണ്ട്. മറ്റത് പാലക്കാട് ടൗണിലുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സൗത്ത് റെയിൽവേയുടെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. ഏറ്റവും വലുതായിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാം. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട് ജംഗ്ഷൻ എന്നുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ. എന്നാലും ഒരു വാഹനം അവിടെ നിർത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു സമയം നമ്മുടെ ട്രെയിൻ അവിടെ പിടിച്ചിട്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും യാത്ര തുടർന്നത് കേട്ടോ. അങ്ങനെ കരിമ്പനകളുടെയും നെല്ലറുകളുടെയും നാടായിരിക്കുന്ന പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ അങ്ങനെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് ജംഗ്ഷനിൽ ഇപ്പോൾ ശരിക്കും നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മഴയുടെ വൈബും ആ റെയിൽവേ സ്റ്റേഷൻ്റെ വൈബും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മുടെ ട്രെയിൻ പയ്യെ നീങ്ങുന്നുണ്ട്. ഇനി നമ്മൾ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു വിടവായിരിക്കുന്ന പാലക്കാട് ചുരം വഴിയാണ് നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. അടുത്ത മെയിൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് കോയമ്പത്തൂർ കോയമ്പത്തൂരാണ്. അപ്പോൾ കോയമ്പത്തൂരിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കോയമ്പത്തൂരിനും പാലക്കാടിനും ഇടയ്ക്ക് ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ ധാരാളം ഉണ്ട് കേട്ടോ. നമ്മുടെ കഞ്ചിക്കോടും കൊട്ടങ്കാടും അതുപോലെ ചുള്ളിമടയും വാളയാറും ഇട്ടുമടയും അതുപോലെ മധുരക്കനിയും അങ്ങനെയുള്ള പോടന്നൂരും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. പക്ഷേ അവിടെ ഒന്നും നമ്മുടെ ഈ ട്രെയിൻ നിർത്തുന്നില്ല. അടുത്തത് നമ്മൾ കോയമ്പത്തൂർ ലക്ഷ്യമാക്കി അങ്ങനെ പശ്ചിമഘട്ട മലനിരകളുടെ ആ ഇടനാഴികളെ നമ്മൾ യാത്ര അങ്ങനെ ആരംഭിച്ചു.
പാലക്കാട് നിന്ന് കോയമ്പത്തൂർ ജില്ലയിലേക്ക് കടക്കുന്ന പ്രധാന ഒരു ഇടനാഴിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ശരിക്കും 41 കിലോമീറ്റർ നീളമുള്ള ഒരു സമതല പ്രദേശം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന മറ്റ് സ്ഥലങ്ങളൊക്കെ കുത്തനെയുള്ള ചുരങ്ങളാണ്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ സ്ലോ ആയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു വിടവാണ് പാലക്കാട് ചുരം എന്ന് പറയുന്ന ഈ ഒരു വിടവ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ പോകുന്ന വഴിക്ക് കുറച്ച് ഫോറസ്റ്റ്, അതുപോലെ കുറച്ച് കൃഷിയിടങ്ങൾ, അങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് കേരളവും തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടനാഴിയാണ് ഇവിടെ ഈ കാണുന്നത്. അപ്പം നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആ പ്രാചീന കാലം തൊട്ട് ഇതിലൂടെ ആളുകൾ വാണിജ്യ ആവശ്യത്തിനും അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു പാതയാണ് പിന്നീട് ഈ വിടവ് പാലക്കാട് ചുരമായിട്ട് മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് വാളയാർ മലനിരകളും അതുപോലെ ഒരു സൈഡ് നെല്ലിയാമ്പതി മലനിരകളുമാണ്. ഫൈനലി നമ്മൾ തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക് അങ്ങനെ എത്തിയിട്ടോ. നമ്മൾ പാലക്കാട് ചുരമൊക്കെ ഇറങ്ങി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ യാത്ര ചെയ്യുകയാണ്. തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളവുമായിട്ട് ആ പ്രകൃതി എത്ര ഡിഫറൻ്റ് ആയിട്ടാണ് കിടക്കണേന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. എന്നാണെങ്കിലും നമ്മൾ ഇനി ഏകദേശം 3-4 ചെറിയ സ്റ്റേഷനൊക്കെ കടന്നിട്ട് നമ്മൾ എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പോടന്നൂർ കഴിഞ്ഞ് കോയമ്പത്തൂരാണ് നമ്മൾ എത്തേണ്ടത് കേട്ടോ. അപ്പം നല്ല കാലാവസ്ഥയൊക്കെ ആയി. നമ്മൾ കേരളത്തിൽ നിന്ന് മാറിയപ്പോൾ മഴയുടെ ആ പ്രയാസങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനൊക്കെ ഉണ്ട്. ഏകദേശം 1956 വരെ പോടന്നൂർ ആസ്ഥാനമാക്കി ആയിരുന്നു കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അത് നമ്മുടെ കേരളത്തിലെ ഒലവക്കോട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് നാമകരണം ചെയ്തുകൊണ്ട് അവിടെ നിന്നായിരുന്നു കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം സേലത്ത് പുതിയൊരു ഡിവിഷൻ 2006 ആരംഭിക്കുകയും അതോടനുബന്ധിച്ച് സേലം ഡിവിഷൻ ഇന്ത്യൻ റെയിൽവേയുടെ ദക്ഷിണ മേഖലയിലെ സേലം ഡിവിഷൻ്റെ കീഴിലാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 6 പ്ലാറ്റ്ഫോമും ഏകദേശം 20 ട്രാക്കുകളുമുള്ള ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. മാത്രമല്ല ഇതൊരു ജംഗ്ഷനാണ്. ഏകദേശം 4 പാതകളാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അതിൽ കോയമ്പത്തൂർ ചെന്നൈ ലൈന് ഇരട്ടവരി പാതയും കോയമ്പത്തൂർ ഷൊർണൂർ ലൈൻ ഇരട്ടവരി പാതയും കോയമ്പത്തൂർ പൊള്ളാച്ചി ലൈന് ഒറ്റവരി പാതയും കോയമ്പത്തൂർ മേട്ടുപ്പാളൻ ലൈന് ഒറ്റവരി പാതയും, അങ്ങനെ 4 ലൈനുകൾ ഒത്തുചേർന്ന ഒരു സ്ഥലമാണ് ശരിക്കും നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ. അങ്ങനെ നമ്മൾ യാത്ര പുനരാരംഭിച്ചു. കോയമ്പത്തൂരിൽ നിന്ന് ഇവിടുന്ന് ആളുകൾ കയറി ഇറങ്ങുകയൊക്കെ ചെയ്തു. നമ്മുടെ ടി.ടിമാർ ഇവിടെ ഇറങ്ങിപ്പോയി കേട്ടോ. അടുത്ത ടി.ടിമാർ ഇതിൻ്റെ അകത്ത് വേറെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കയറിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് തിരുപ്പൂരാണ്. തിരുപ്പൂർ ലക്ഷ്യമാക്കി നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം വ്യവസായശാലകളുടെ ഒരു കാഴ്ച നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇരിങ്ങൂർ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇതിന് 2 സൈഡിലും ധാരാളം വ്യവസായശാലകളുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് ഒരു സിമെൻറ്റ് ഫാക്ടറിയുടെ ആ ഒരു മേഖലയാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പം ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിനൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്തൊരു നീളത്തിലല്ലേ ആ ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നത്. ഇവിടെ ഒരു പെട്രോളിയം കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പം ഗുഡ്സ് ട്രെയിനൊക്കെ നിർത്തി
ഇവിടെ നിന്നാണ് ഗുഡ്സ് ഐറ്റംസ് ഒക്കെ കയറ്റി മിക്കവാറും യാത്ര അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തമിഴ്നാടിൻ്റെ സുന്ദരമായിരിക്കുന്ന ആ പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് 7ഓളം ചെറിയ സ്റ്റേഷനുകൾ കടന്നിട്ടാണ് നമ്മൾ നമ്മുടെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് കേട്ടോ. ആ 7 ചെറിയ സ്റ്റേഷനുകളിൽ നമ്മൾ വാഹനം നിർത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അങ്ങനെ നമ്മൾ തിരുപ്പൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരുപ്പൂരിലേക്ക് പോകുമ്പോൾ ധാരാളം ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെയൊക്കെ ഒരു കാഴ്ച, അത് വളരെയേറെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ശരിക്കും ഒരു യാത്ര ചെയ്ത് അതിൻ്റെ എല്ലാ ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു യാത്രയാണ് ശരിക്കും ഇൻ്റർസിറ്റിയിലുള്ള യാത്ര കേട്ടോ. അങ്ങനെ നമ്മൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. തമിഴ്നാട്ടിലെ നോയൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുപ്പൂർ എന്ന് പറയുന്ന ഈ സ്ഥലം ശരിക്കും ടെക്സ്റ്റൈൽസിൻ്റെ ഡ്രസ്സുകളുടെ ഒരു കേന്ദ്രമാണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഡ്രസ് മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ബനിയന്, ബെഡ്ഷീറ്റുകൾ അങ്ങനെ ഉള്ള മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ധാരാളം നമുക്ക് കിട്ടും. എന്നാണെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഒരു സൈഡിൽ ധാരാളം ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വരുന്ന ആ ചരക്കുകളൊക്കെ കൈമാറ്റം ചെയ്ത് എടുത്തോണ്ട് പോകാനുള്ള ആ ലോറികളായിരിക്കാം. തിരുപ്പൂരിൽ നിന്ന് നമ്മുടെ ട്രെയിൻ അങ്ങനെ എടുത്ത് മുമ്പോട്ട് പോകുന്തോറും നമുക്ക് തമിഴ്നാടിൻ്റെ ആ ദൃശ്യ ഭംഗിയിലുള്ള ആ ഗ്രാമീണ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ യാത്രയിൽ പകുതി ദൂരം അങ്ങനെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 236 കിലോമീറ്റർ നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 9:15 രാവിലെ 9:15 ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോകുന്നതായിരുന്നു. ഇപ്പോൾ നിലവിൽ ഏകദേശം ടൈം എന്ന് പറയുന്നത് 1:55 ആയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ട്രെയിനിൽ വന്നിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾ ബിരിയാണി ഒരു ചെറിയ പീസ്, ഒരു ചെറിയ കവർ മേടിച്ച് ഞാനും മോളും കൂടെ കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അതിനുശേഷമാണ് നമ്മൾ തിരുപ്പൂരിലെ ഈ വീഡിയോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത നമുക്ക് എത്തിച്ചേരേണ്ട ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈറോഡാണ്. ഈറോഡിലേക്ക് നമുക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് സേലമാണ്. സേലത്തിന് നമുക്ക് ഏകദേശം 100 കിലോമീറ്റർ മുകളിൽ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ. നമ്മളങ്ങനെ കാവേരി നദിയുടെ തീരത്തുള്ള ഈറോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതും ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കേന്ദ്രമാണ് കേട്ടോ. ഏകദേശം 4 പ്ലാറ്റ്ഫോമും 22 ട്രാക്കുകളുമുള്ള ഒരു ബൃഹത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈറോഡ് റെയിൽവേ സ്റ്റേഷന്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയൊരു പട്ടണമാണ് തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന് പറയുന്ന ഈ സ്ഥലം കേട്ടോ. മാത്രമല്ല തമിഴ്നാട്ടിലെ മഞ്ഞൾ കൃഷികൾക്ക് ഏറ്റവും കൂടുതൽ പേരുകെട്ട സ്ഥലമാണ് ഈറോഡ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈറോഡിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ട്രെയിൻ ആവശ്യമായിട്ടുള്ള ജലമൊക്കെ ശേഖരിച്ച് നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സേലമാണ്. സേലത്തേക്ക് ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കമ്പനിയുമായിട്ടുള്ള ആ തമിഴ്നാടിൻ്റെ ദൃശ്യചാരുതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ധാരാളം കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും കൃഷിപ്പാടങ്ങളും ഒക്കെ നമുക്ക് ധാരാളം കാണാൻ പറ്റും കേട്ടോ. തമിഴ്നാടിൻ്റെ കൃഷിപ്പാടങ്ങളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ നിലത്ത് നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങാം. അതുപോലെയാണ് അവരുടെ പറമ്പും മറ്റു കാര്യങ്ങളെല്ലാം അവർ കെയർ ചെയ്തിട്ടേക്കണം കേട്ടോ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്തെല്ലാം ചവറോ എന്തെല്ലാം സാധനങ്ങൾ കാണും അല്ലേ. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് തമിഴ്നാട്ടിലെ ആ കൃഷി സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും കൃഷി ഇറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് നല്ല അടിപൊളി ഗംഭീരമായിട്ടാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ യാത്ര സേലത്തേക്ക് തുറന്നുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ നമ്മൾ 346 കിലോമീറ്ററുകൾ പിന്നിട്ടിട്ട് നമ്മളങ്ങനെ സേലം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:35 അല്ലെങ്കിൽ 3:30 സമയം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് 6 പ്ലാറ്റ്ഫോമും അതുപോലെ 8 ട്രാക്കുകളുമുള്ള വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യൻ റെയിൽവേയുടെ സദേൺ സോണിലുള്ള 6ാമത്തെ ഡിവിഷനാണ് നമ്മുടെ സേലം ഡിവിഷൻ കേട്ടോ. അത് ഏറ്റവും പുതിയതാണ്. 2006 ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 862 കിലോമീറ്റർ നീളത്തിലുള്ള റെയിൽവേ പാതയാണ് സേലം ഡിവിഷൻ്റെ കീഴിലുള്ളത് കേട്ടോ. നമ്മളങ്ങനെ തൊപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ കുറച്ച് നേരം പിടിച്ചിട്ടായിരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 4:10 അടുത്ത ഒരു ടൈം ആയിട്ടുണ്ട്. ഏകദേശം 346 കിലോമീറ്റർ നമ്മൾ ആലുവയിൽ നിന്ന് ഇതുവരെ നമ്മൾ യാത്ര ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ധർമ്മപുരിയാണ്. ധർമ്മപുരിയിലേക്ക് നമുക്ക് ഏകദേശം ഒരു 66 കിലോമീറ്റർ നീളവും കൂടെ നമ്മൾ യാത്ര ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയുടെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് നമ്മൾ നല്ല അടിപൊളി ഒരു ട്രെയിൻ യാത്രയൊക്കെ നടത്തി അങ്ങനെ മുമ്പോട്ട് പോകാം. അങ്ങനെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ ധർമ്മപുരി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കി എന്താ മനോഹരം എന്ന് നോക്കിയില്ലേ, നമുക്ക് ഒന്നും വിവരിക്കാൻ പറ്റില്ല. അത്രയേറെ മനോഹരമായിട്ട് നമുക്ക് ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർണാടകത്തിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തമിഴ്നാടിൻ്റെ പ്രകൃതിയൊക്കെ അങ്ങോട്ട് മാറി വന്നിരിക്കുകയാണ്. ശരിക്കും നമ്മളിപ്പോൾ നമ്മൾ ധർമ്മപുരി സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തി കേട്ടോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തമിഴ്നാട്ടിൽ ആദ്യമായി രൂപീകരിച്ചിരിക്കുന്ന ഒരു ജില്ലയാണ് ധർമ്മപുരി എന്ന് പറയുന്നത്. ശരിക്കും ധർമ്മപുരിയിൽ നമുക്ക് എല്ലാ ട്രെയിനുകളും ഇതുവഴി പോകുന്ന എല്ലാ ട്രെയിനുകളും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇത് ബാംഗ്ലൂർ ഡിവിഷൻ്റെ കീഴിലാണ് ഈ ധർമ്മപുരി സ്റ്റേഷനുള്ളത്. ധർമ്മപുരിയിൽ നിന്ന് നമ്മൾ യാത്ര അങ്ങോട്ട് തിരിച്ചു. ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താലാണ് നമുക്ക് ഹൊസൂർ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഹൊസൂരാണ് നമ്മൾ ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. അവിടെ നിന്ന് 40 കിലോമീറ്ററാണ് ബാംഗ്ലൂർക്കുള്ളത്. അപ്പോൾ ഏകദേശം തമിഴ്നാടിൻ്റെയും അതുപോലെ കർണാടകത്തിൻ്റെയും ബോർഡറായിട്ട് വരും. കൃഷ്ണഗിരി ജില്ലയിലാണ് ഈ ഹൊസൂരുള്ളത് കേട്ടോ. അപ്പം നമുക്ക് എന്താണെങ്കിലും യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്തോറും നമുക്ക് ആ തമിഴ്നാടിൻ്റെ ദൃശ്യചാരുതയൊക്കെ ആവോളം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഏകദേശം ധർമ്മപുരിയിൽ നിന്ന് 105 കിലോമീറ്റർ നമുക്ക് ഹൊസൂർക്കുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാഴ്ചയാണ്. ശരിക്കും തമിഴ്നാടിൻ്റെ ആ കൃഷിപ്പാടത്തോടുള്ള കാഴ്ചകൾ കണ്ട് നമുക്കങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ധാരാളം റോസാ പൂ തോട്ടത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. 1-2 നല്ല മെയിൻ റോഡുകൾ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ധാരാളം കോറികൾ ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്രോസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. സമയം ഏകദേശം ഒരു 6:45 അടുത്തുള്ള സമയമാണ്. ആകാശത്ത് സൂര്യൻ ചേട്ടനൊക്കെ അങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കാർമേഘങ്ങളൊക്കെ അങ്ങ് ചിതറിക്കിടക്കുന്നുണ്ട്. നമ്മൾ രാവിലെ 9:20 തുടങ്ങിയത് നമ്മുടെ യാത്ര അങ്ങനെ ഏകദേശം 6:45 അടുത്ത ഒരു ടൈമിൽ നമ്മൾ ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ. ഏകദേശം 508 കിലോമീറ്റർ യാത്ര രാവിലെ 9:20 ആരംഭിച്ചാണ്. ഇപ്പോൾ സമയം 6:45. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ നമുക്ക് പോകാനുണ്ട്. ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ കൂടെ നമുക്ക് ഇവിടുന്ന് പോകണം. ഞങ്ങളങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഏറ്റവും ബാക്കിലായതുകൊണ്ടേ നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ നടക്കണം. അങ്ങനെ നമ്മൾ മെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. എൻട്രൻസ് എവിടെയാ? ഇങ്ങോട്ടാ.
രാവിലെ ഏകദേശം 5:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ KSRTC ബസ്സിൽ കയറി ഏകദേശം 7:45 ആലുവ ടൗണിൽ ഞങ്ങൾ ഇറങ്ങി. നേരെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കാണ് പോയത്. ഏകദേശം 9:15 വരുമെന്ന് പറഞ്ഞ ട്രെയിൻ 9:20 വന്നത്. നമ്മൾ ആ വാഹനത്തെ കയറി 9 മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് നമ്മൾ ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നേരെ അവിടെ ചെന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ചെറിയൊരു ബിരിയാണി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താണ്. അത്യാവശ്യം വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് നേരെ മോളുടെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. ഏകദേശം 12 കിലോമീറ്റർ ഇവിടുന്ന് പോകണം. അപ്പോൾ മോളെ കൊണ്ടുപോയി ഹോസ്റ്റലാക്കിയിട്ട് ഞാൻ ഇന്ന് തന്നെ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഓട്ടോറിക്ഷ ചേട്ടന്മാരുടെ സ്പീഡൊക്കെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ബാംഗ്ലൂരൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ പോയിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഓണൊക്കെ അടിച്ച് പോകുന്ന ആ പോക്ക് കണ്ടാലുണ്ടല്ലോ അടിപൊളിയാണ്. അങ്ങനെ മോളെ കൊണ്ടുപോയി ഹോസ്റ്റലൊക്കെ ആക്കിയിട്ട് പോയ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ ഞാൻ തിരിച്ച് വീണ്ടും ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ലോക്കൽ പിടിച്ചോട്ടെ. ഞാൻ ബസ്സിന് പോകാമെന്നാണ് ഇത് പ്ലാൻ ചെയ്തത്. പക്ഷേ ബസ്സിന് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ കയറി ഇറങ്ങിപ്പോകണം. ഇപ്പോൾ നിലവിൽ എനിക്ക് ഹൊസൂരിൽ നിന്ന് 9:15 കണ്ണൂർ ട്രെയിനുണ്ട്, കണ്ണൂർ ട്രെയിൻ. അപ്പോൾ ഞാൻ നിലവിൽ പാലക്കാട് ഇറങ്ങുവാണ്. പാലക്കാട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത ട്രെയിൻ പിടിച്ച് നമുക്ക് ആലുവയിൽ ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പം ചിന്തിച്ച് കഴിഞ്ഞപ്പം എന്തുകൊണ്ടും അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. കേട്ടങ്കറിൻ്റെ ഒരു ചെറിയ ഇങ്ങോട്ട് വന്നപ്പോൾ മോള് കൂടുകയായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞു പോരാ. ഇനി ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് ലോക്കലിൽ പോകണം. ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ നമ്മുടെ. അപ്പോൾ ഹൊസൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അങ്ങറ്റത്തുനിന്ന് ലൈറ്റൊക്കെ മിന്നിച്ചുകൊണ്ട് ഒരു ട്രെയിൻ കടന്നു വന്നിട്ടുണ്ട് ഇവിടെ.